ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ നല്ലൊരു ദിവസമാവും, കുട്ടികളെയും കൊണ്ട് ട്രെയിനിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാതും ഭംഗിയായിട്ട് അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 തീയതിയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേക വിശേഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവസാനമായിട്ട് സ്റ്റേജിൽ കയറി ഇറങ്ങിയ ദിവസമാണ്. അപ്പോൾ അത് എപ്പോഴും ഞാൻ ഓർക്കൂട്ടോ. അത് മനസ്സമ്മതം കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു സംഭവമാണത്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരിക ആ ദിവസങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആദ്യം തന്നെ നമ്മളുടെ ഗേറ്റിൻ്റെ മുമ്പിൽ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഡിവൈനൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മളുടെ ബാക്കിലുള്ള ബാലവാടി ഉണ്ടല്ലോ, അംഗനവാടിയിലത്തെ കുട്ടികളുടെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു പ്രൊസഷൻ പോലെ കൊണ്ടുപോകണതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല, കാരണം പോണേൻ്റെ ഒരു തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് റോട്ടിൽ പോയിട്ട് എടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ എടുത്തിരുന്നു, പക്ഷേ ഈ കൊല്ലം എനിക്കത് പറ്റിയില്ല കേട്ടോ. അപ്പോൾ വേഗം കുട്ടികളോടൊക്കെ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 11:30 അങ്ങോട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും 10:30 ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ വേഗം ഉറക്കത്തിൽ നിന്നൊക്കെ പിടിച്ച് എണീപ്പിച്ച് കാര്യങ്ങളൊക്കെ നടത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ടിലിരിക്കുന്നത്. ഇന്ന് കിച്ചണിൽ വരെ എത്തി, ഞാൻ എണീക്കാൻ ലേറ്റ് ആയതാട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ മുമ്പിൽ അവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് കൊടുത്ത മിഠായിയാണ്. അപ്പോൾ ചാക്കോച്ചനും തോമും പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പാച്ചു എണീറ്റിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് വല്ലാണ്ട് അറിയില്ല കേട്ടോ. ഇവരുടെ കുട്ടികളുടെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം. അങ്ങനെ രാവിലെ ബ്രെഡ് മുട്ടയെടുത്ത് അവസാനിപ്പിച്ചു. കാരണം പെട്ടെന്ന് പോകുമ്പോൾ എപ്പോഴും നല്ലത് അതാ. കുറേ പാത്രങ്ങൾ കഴുകാനും എടുക്കാനും ഒന്നും നിൽക്കണ്ടാവും. ഇതാകുമ്പോൾ ഒരു പാനിൽ ബുൾസൈ ഉണ്ടാക്കുക, ബ്രെഡ് എടുക്കുക, ഒരു പ്ലേറ്റ് എടുക്കുക, കഴിക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു പാത്രമല്ലേ വേണ്ടു. ഇതൊക്കെ ഇന്നലെ കഴുകി കമത്തി വെച്ചിട്ടുള്ള പാത്രങ്ങൾ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് പോയത്. എനിക്ക് എവിടെ പോകുമ്പോഴും എല്ലാം ക്ലീനായി നിന്നിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അതൊരു സന്തോഷമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ശീലമല്ലേ അത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇറങ്ങണം കേട്ടോ. ശരിക്ക് 11 മണി തോന്നുന്നുണ്ട് സമയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ എത്ര മണി. 11:30 അങ്ങോട്ടായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ മുറ്റത്ത് റോട്ടിലുണ്ടെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15-ന് 3 ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടു തന്നു. അപ്പോൾ ആദ്യം വിചാരിച്ച് അത് കൈ പിടിച്ച് കൊണ്ടുവന്നു. പിന്നെ വെച്ച് വേണ്ട, ഫ്രിഡ്ജിലിരിക്കട്ടെ, നാളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ കൈ പിടിച്ചോ, വണ്ടിയിലിരുന്ന് തിന്നാന്ന്. പക്ഷേ ഈ കുട്ടികളെ വെച്ചിട്ട് നമുക്കത് ശരിയാവില്ല, പ്രത്യേകിച്ച് ട്രെയിനിൽ. അപ്പോൾ അത് ആകെ നാശവും. അപ്പോൾ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. നമ്മളൊക്കെ ലഗേജ് ഒട്ടും പാടില്ല എന്നല്ലേ പറയാം യാത്രയിൽ. അപ്പോൾ അങ്ങനെ, കാരണം 3 പിള്ളേരുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിലെത്തി. കുട്ടികൾക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞങ്ങൾക്ക് അവിടെ കൂടുതൽ കിട്ടിയിട്ടോ. കുട്ടികൾക്ക് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും എടുക്കാനൊക്കെ. അപ്പോൾ ഗുഡ്സ് ട്രെയിൻ പോണു. കുട്ടികൾക്ക് എന്തെന്നാ പറയുക, ഞാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ എത്ര കാശ് കൊടുത്താലും നമുക്ക് കിട്ടില്ല. ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് എന്താ പറയുക, അത് കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് അപ്പാപ്പൻ അമ്മാമ്മ എന്നുള്ള രീതിയിൽ ഈ പ്രായത്തിൽ നമ്മുടെ പേരക്കുട്ടികൾ ഇങ്ങനെ സന്തോഷിക്കണം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ നമുക്കുണ്ടാവുക. അവരുടെ സന്തോഷമല്ലേ ഇനിയിപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, മാക്സിമം ഇതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണതാട്ടോ. അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതും ഈ ട്രെയിനിൽ കൊണ്ടുപോകണതും ഒക്കെ എൻ്റെ വക. അപ്പോൾ ഇവർ ആദ്യമൊക്കെ എന്നെ കളിയാക്കും, പിന്നെ കുട്ടികളെ ട്രെയിനിൽ എന്താ ഇവർ റെയിൽവേ സ്റ്റേഷൻ കാണാത്തതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, അതല്ല, അവർ നേരിട്ട് പോയി കണ്ടിട്ടുള്ള അവരുടെ ഇത് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് മെട്രോയിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് അവിടെ നമ്മുടെ വയനാടിൻ്റെ ധനസഹായാർത്ഥം പായസത്തിൻ്റെ ഒരു സംഭവം അവിടെ. അപ്പോൾ ഞങ്ങൾ വേഗം അവരെ ഡിമ്പിളിനെ വിളിച്ചു. ഞങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ഒരേ ഗ്ലാസ് പായസം തന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു സംഭാവന, വരുന്നവരും പോകുന്നവരൊക്കെ അതിലൊരു സംഭാവന കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും അതേ 2-3 പ്രാവശ്യം പലരും വന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു വീതം നമ്മൾ കൊടുക്കാൻ പറ്റി നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളെന്താ പറയുക, അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ മെട്രോയിലേക്ക് പോയി. അപ്പോൾ പായസമാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത്. നല്ല സൂപ്പർ പായസമായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരെയും കയ്യിൽ തന്ന് നിർബന്ധിച്ച് അവർ കുടിപ്പിച്ചു. അപ്പോൾ
നല്ല രസം. അപ്പോൾ വരുന്നവരോടും പോണവരോടും പറയുന്നുണ്ട്, നിങ്ങൾ കാശിട്ടില്ലെങ്കിലും സാരില്ല, നിങ്ങൾ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ വന്നാലും നമ്മൾ പായസം കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ പായസം ചലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെട്രോൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഞാൻ സംഭവം ദുബായിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ അങ്ങനെ മെട്രോയിൽ കയറിയിട്ടില്ല. ഡിംപിള് റോസേച്ചിയുടെ കൂടെ പോയി എന്ന് പറഞ്ഞു. ഡിവൈനും ഡോണും ഇവർ പ്രസവിച്ച് കിടക്കുമ്പോൾ മറ്റേ നിഹാരയിൽ എന്തിനോ വന്നപ്പോൾ അവരും കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഡാഡിയും കയറിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ മെട്രോയിൽ. അപ്പോൾ ഞങ്ങളിന്ന് ഫുൾ പല വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോയിലേക്ക് ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്. സംഭവം ഊബറൊക്കെ ഉണ്ടെങ്കിലും ഓട്ടോയിൽ വരുമ്പോൾ കുട്ടികൾക്ക് അതൊരു സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത് കേട്ടോ. 2 ഓട്ടോ വിളിച്ച് നേരെ ഇവിടെ വന്നു. അപ്പോൾ മെട്രോയിൽ വന്നപ്പോഴും അത് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും എടുക്കുമ്പോഴും എനിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറേ ഉയരത്തിലായിരുന്നല്ലോ. അവിടെ നിന്ന് ഭയങ്കര നീറ്റായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര നീറ്റായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ മെട്രോയിലിരുന്നു. അവിടെ നിന്ന് എന്താ പറയുക, നല്ല കുട്ടികൾക്ക് നല്ല സന്തോഷമായ പോലെ ഒരു യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞേ, നമുക്കതുകൊണ്ട് നമ്മൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പാച്ചുട്ടൻ ഫുൾ സ്വിങ്ങിലായിരുന്നു കേട്ടോ. ഒന്നും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബഹളത്തിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും 3 പേരും അസലായിട്ട് സഹകരിച്ചു. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവർ എന്നുള്ളത്. അപ്പോൾ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്നൊരു വണ്ടി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഓൾറെഡി എടുത്ത് അവിടെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് മടക്കം വരുമ്പോൾ ആ വണ്ടിയിൽ വരാമല്ലോ. അപ്പോൾ പലതരം വണ്ടികളിൽ കയറി ഇറങ്ങി പോരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. എങ്ങനെയാണോ യാത്ര പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് പോകാം. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായാലും സേഫാണ്. 2 വശത്തൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അവിടെ ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്നാലും ഇവരുടെ പിന്നാലെ നമുക്ക് ഓടേണ്ട ഒരവസ്ഥയായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവരുടെ പിന്നാലെ ഒന്നും ഞാൻ ഓടിയില്ല. ഞാൻ ഓരോ വശത്ത് അവിടെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ചെന്നൈ സിൽക്സിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തേക്ക്, അതാണ് ചെന്നൈ സിൽക്സ് ഷീമാട്ടി അവിടേക്ക്. അപ്പോൾ ശരിക്കും 15ാമത്തെ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ കമ്പനിപ്പടി അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകൾ പറഞ്ഞ് അവസാനമാണ് ഷീമാട്ടിയുടെ ഇവിടെ ഇറങ്ങിയത്. അങ്ങനെ ഇവിടെ നിന്ന് നേരെ ഞങ്ങളുടെ ഒരു വരുമ്പോൾ അങ്ങോട്ട് നോക്കണ്ട, അവിടെ ഒരു ഗെയിം സോണുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടികൾ അതിനാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഇനി അവിടെ നിന്ന് നടന്നു പോകാവുന്ന വഴിയിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളവിടെ ഒരു ഷീമാട്ടിയുടെ തന്നെ ഒരു കെഫേ മാട്ടി എന്ന് പറഞ്ഞിട്ട് കണ്ടത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ക്ലിയറായിട്ട് കുട്ടികൾ പറയും. ഡിംപിളായിരിക്കും അത് പറയുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിവൈന് 2 പേരുള്ള കാരണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും സെക്ഷനായിട്ടാണ് ഓരോന്നും ചെയ്തത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, ഡിംപിൾ മുമ്പ് പോയിട്ടുണ്ട്. ഡിംപിളും റോസയും കൂടി അങ്ങോട്ട് മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ മെട്രോൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഷീമാട്ടിയുടെ ഉള്ളിലുമാണ്. അപ്പോൾ കുട്ടികളെയും കൊണ്ടുപോകാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ നടക്കണ്ട, എന്നാൽ അവിടെ നിന്ന് ഓട്ടോ പിടിക്കണ്ട. മെട്രോയിൽ വന്നിറങ്ങണവർക്ക് ഏറ്റവും സുഖമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് മീൽസും കഴിഞ്ഞ് കുംഭകോണം കോഫിയും കഴിച്ച് വീണ്ടും ഞങ്ങളിതേ പോയി മറ്റേ ബോട്ട് ജെട്ടിയിലേക്ക് കേട്ടോ. അവിടെ ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് പോയത് ഓട്ടോയിൽ പോയി അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ കാറിട്ടുണ്ടായിരുന്നത്. ഡോൺ കാറിട്ടത് ഇവിടെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബോട്ട് ജെട്ടിയിൽ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിയിലാണ് പോയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ അതെ ഈ പറഞ്ഞ പോലെ എന്തെന്ന് പറയുക, നിറച്ച ആളായിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അത്രയും ആൾക്കാർ, നമുക്കറിയില്ല ഇത്രയും തിങ്ങി പോകുന്ന ഒരു സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും അതെ, വിദേശികളുണ്ട്, നമ്മളുടെ നാട്ടിലുള്ളവരുണ്ട്, വിദേശത്തുനിന്ന് ഇപ്പോൾ ലീവിന് വന്നവരുണ്ട്. നിറച്ച് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 96 സീറ്റ് കപ്പാസിറ്റിയാണ്, പാസഞ്ചേഴ്സിൻ്റെ കപ്പാസിറ്റിയാണ് ഉള്ളതെന്ന് അതും എഴുതി കണ്ടു. ബാക്കിയുള്ളവരൊക്കെ നിൽക്കാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 100 ആൾ വീതാന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും 2ാമത്തെ ട്രിപ്പാണ് പോയത്. അപ്പോൾ അത്രയും അധികം ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ശരിക്കും മെട്രോയിൽ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുള്ള് എന്താ പറയുക, അതിൻ്റെ അന്തരീക്ഷമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനും എന്താ പറയുക, എനിക്ക് രാത്രി ഗുളികകളും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരാൾ അവിടെ പിന്നാക്കം നിന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ എല്ലാവരുടെയും സന്തോഷം പോകും. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ അവരുടെ കൂടെ ഞാനാണ് ആദ്യം ഇറങ്ങി പുറപ്പെട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുമ്പോൾ
കുട്ടികൾ അങ്ങോട്ട് മാറ്റണം. അവിടുത്തെ പയ്യൻ പറഞ്ഞു കുട്ടി അവിടെ നിന്നോട്ടെ എന്ന് പറയും. എന്തോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു എന്തോ ചെയ്ത് കുട്ടി കടന്ന വഴിക്കാൻ സംഭവം കൂട്ടിയിടിച്ചിട്ട്. അപ്പോൾ തോമു ഭയങ്കരമായിട്ട് പേടിച്ചു. സംഭവം ഒന്നും പറ്റിയില്ലെങ്കിലും പേടിച്ചു. അങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇതേ നടന്ന് വരുമ്പോഴാണ് ഇതേ നമ്മുടെ പണ്ട് കാണുന്ന പോലെ നിറച്ച് വണ്ടിയിൽ തള്ളുവണ്ടിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നിറച്ച് സാധനങ്ങൾ. അപ്പോൾ ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പല ഓർമ്മ. ആദ്യം ഓടി വരുന്നത് ഞങ്ങൾ പഠിച്ച സംഭവമാണ്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കുട്ടികളോട് പറയായിരുന്നു. അപ്പച്ചൻ പറയും വെള്ളിയാഴ്ച ദിവസം ഇത് കൂടെ വണ്ടി ഒന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫാറ്റിമേലും സെൻറ്റ് മേരീസിലും ആ വശമാണ്. അപ്പോൾ ഇത് കൂടെ തിരിച്ചിട്ട് മട്ടാഞ്ചേരി വഴി ഞങ്ങളുടെ വീട്ടിലേക്ക് പോരാൻ പറയും. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഇതിലെയാണ് കേട്ടോ വണ്ടി ഇതിൽ. അപ്പോൾ നാവൽ ബേസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ കൂടെയൊക്കെയാണ് അദ്രമാനിക്ക അദ്രമാനിക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓട്ടോറിക്ഷ സൈക്കിൾ റിക്ഷക്കാരൻ്റെ പേരാട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കുരിയച്ചൻ്റെ അവിടേക്ക് വന്നു. അതായത് മട്ടാഞ്ചേരി ബസാറിലാണ് കുരിയച്ചൻ്റെ പള്ളി. പ്രാന്തം കുരിയച്ചൻ എന്നും പറയും, പല പേരാണ് പറയുക, എനിക്കത് കറക്റ്റ് ഞാൻ പറയില്ല. അപ്പോൾ അങ്ങനെ അവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റുവിളക്കും പൂമാലയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മാല വാങ്ങി കുട്ടികളെയും നമ്മളെയൊക്കെ ഒഴിഞ്ഞ് കുരിശുമ തൊടിയിച്ച് അതാണ് അവിടുത്തെ ഇത്. പിന്നെ നേരെ കാണുമ്പോൾ ആ ഓട്ടോറിക്ഷയുടെ വശത്ത്, അതായത് ഈ തിണ്ണയുള്ള കടയുണ്ടല്ലോ, ഇതായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ കടയായിരുന്നു ഇവിടെ. അത് ഇപ്പോൾ എന്നെ പരിചയമുള്ളവരിപ്പോൾ ഈ ബസാറിലുണ്ടെങ്കിൽ അറിയാം, ജോസ് ആൻഡ് തോമസ് എന്നുള്ള കടയായിരുന്നു. പിന്നീട് PA തോമസായി. അതാണ് എൻ്റെ അപ്പച്ചൻ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, കൊച്ചാപ്പേട്ടൻ്റെയും കുഞ്ഞുപുറഞ്ചച്ചൻ്റെയും ഒക്കെ കടകളും കാര്യങ്ങളും. ബന്ധുക്കൾ ഇപ്പോഴും ആ മട്ടാഞ്ചേരിയിലുണ്ട്. വള്ളുകുളത്തിൻ്റെ കുറേ പേരുണ്ട്. പിന്നെ PK റപ്പായി സൺസ് കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതേ വീണ്ടും തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് തന്നെ വന്നു കേട്ടോ. അവിടെ നിന്ന് അതേ ഓട്ടോയിൽ തിരിച്ച് അവർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വന്ന് അവിടെ വന്നപ്പോഴാണ് കുറച്ച് നേരം അവിടെ നടന്നപ്പോൾ നല്ല കാറ്റും സംഭവം കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് ബീച്ചിൽ പോകാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അവിടുത്തെ കാറ്റടിച്ചിട്ട് തോമു പതുക്കെ തോമല്ല ചാക്കോച്ചന് പതുക്കെ ഒരു ചുമ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പരീക്ഷിക്കേണ്ട, കടൽക്കാറ്റല്ലേ, ചിലപ്പോൾ കുട്ടികൾക്ക് പറ്റിയില്ലെങ്കിലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഡിമ്പിളുടെ ബാഗ് മിസ്സിങ് ആയിരുന്നു. അപ്പോഴേക്കും പിന്നെ അത് വളരെ സുരക്ഷിതമായിട്ട് അവർ വിളിച്ച് പറഞ്ഞ് നമ്മളത് കളക്ട് ചെയ്ത് പോന്നു. അങ്ങനെ തിരിച്ച് വീണ്ടും ബോട്ടിൽ എറണാകുളത്തേക്ക് മടങ്ങി കേട്ടോ. എറണാകുളത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ പറഞ്ഞില്ലേ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്, അവിടേക്ക് മടങ്ങി. അപ്പോൾ അത് നമ്മുടെ ഹൈക്കോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ നല്ല തിരക്കായിരുന്നു, അവിടെ ഫുൾ തിരക്ക്. അപ്പോൾ ഇത് മെട്രോൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഉള്ളിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വാഷ്റൂമിൽ പോയി. നല്ല സൗകര്യമുള്ള സ്ഥലം, സൗകര്യം മാത്രമല്ല എല്ലാ സംവിധാനവും ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടെ ഫുള്ള് ഈ പറഞ്ഞ പോലെ കുലുക്കി സർബത്ത്, മറ്റ് ഷെയ്ക്കുകൾ, പിന്നെ എന്താ പറയുക ചായ കാപ്പി എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പഴയ കുറച്ച് ഓർമ്മകളായിരുന്നു. കാരണം എന്താ പറയുക, അത് ഞാനും അതെ, ഡോണും അതെ, ഡിമ്പിളും അതെ, നമ്മളത് ഷെയർ ചെയ്തു അവിടെ വെച്ചിട്ട്. നമ്മൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളും ഓരോന്ന് വാങ്ങി കഴിച്ച വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അത് നമ്മൾക്ക് ചില ഓർമ്മകൾ ഇങ്ങനെയൊക്കെ എടുക്കില്ലേ, അതിൽ കുറേ ഓർമ്മകളുണ്ടായിരുന്നു ഈ ഒരു സ്ട്രീറ്റിനോടനുബന്ധിച്ച് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചായയും കുടിച്ചു. ഡിവൈനും ഡോണും ഷെയ്ക്ക് എന്തൊക്കെയാണ് കുടിച്ചത്. ഞാനും ഡിമ്പിളും ഡാഡിയും ചായയാണ് കുടിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് ചായ വേണമെന്നൊരു തോന്നൽ. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ പണ്ടത്തെ കൊച്ചിക്കാർ പറയുക സബള ബജി എന്നാണ് പറയുക. നമ്മുടെ ഇവിടെ തൃശ്ശൂർ ഉള്ളിവട എന്ന് പറയണ പോലെ അവിടെ സബള ബജി എന്ന് പറയും. ഒരു പ്രത്യേക ടേസ്റ്റാണ് അവിടുത്തെ ആ സബോള ബജിക്ക് കേട്ടോ. ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് ചായക്കടകളിൽ നിന്ന് അപ്പച്ചൻ്റെ അപ്പൻ എന്ന് പറയാൻ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സംഭവമാണ് സബോള ബജി. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ അതൊരെണ്ണം എടുത്തു. അപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇനി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, വെറുതെ വയറ് നിറയ്ക്കണ്ട, കാരണം ഇനി വേറെ ഒന്നുമില്ല, നേരത്തോടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുക. അതായിരുന്നു നമ്മളുടെ പ്ലാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഞാനും ഡോണും കൂടി ഷെയർ ചെയ്ത് ആ ഒരെണ്ണം എന്തായാലും വാങ്ങിയതല്ലേ, അത് കഴിച്ച് ആ പൂതി അങ്ങോട്ട് തീർത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോഴാണ് ഇതേ ഒരു കപ്പലണ്ടി വണ്ടിക്കാരൻ നിൽക്കണം. അപ്പം എനിക്കതും കണ്ടപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ യാമിനി എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിക്കാരൻ പോകും കപ്പലണ്ടി. അപ്പോൾ നമ്മുടെ വീടെത്തുമ്പോൾ ഇങ്ങനെ ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇട്ട് തട്ടും, ഒരു മണിയുണ്ട്, ആ മണി അടിക്കും. അപ്പോൾ എല്ലാ ദിവസവും അപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഗേറ്റിൻ്റെ അവിടെ വന്ന് 3 പൊതി കപ്പലണ്ടി ഞങ്ങൾക്ക് 3 പേർക്കും വാങ്ങിത്തരും. ഒരെണ്ണം വാങ്ങിയിട്ട് അപ്പച്ചനും അമ്മച്ചിയും കൂടി കഴിക്കും. അങ്ങനെ 4 കപ്പലണ്ടി പൊതി. ചിലപ്പോൾ അമ്മ അപ്പനുണ്ടെങ്കിൽ 5 എണ്ണം വാങ്ങിക്കും.
അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറയും എനിക്കൊരു പുതിയ കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കപ്പലണ്ടി ബെസ്റ്റ് എന്ന് വാങ്ങിയിരിക്കേണ്ട, എന്നാലും അത് ചൂട്ടോടെ ഒരു പൊതി കപ്പലണ്ടി വാങ്ങിച്ച് തിന്നണ സുഖം നമ്മളുടെ വീട്ടിലിരിക്കണേനില്ല. അപ്പോൾ എനിക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞപ്പോൾ 10 രൂപ എടുത്തിട്ട് ചെറിയ പൊതി കപ്പലണ്ടി നല്ല ചൂട്ടോടെ. അങ്ങനെ തന്നെ ഞങ്ങളിത് ഇവിടേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കുട്ടികൾ പറയും. കുട്ടികൾ എൻ്റെ കയ്യിലായിരുന്നു കാരണം എനിക്കൊന്നും എടുക്കാനും പറയാനും ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നത് ഞങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടം ഇതാണ്, ഇങ്ങനത്തെ ബ്രോസ്റ്റഡ് ചിക്കനും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം ഇവിടേക്കാണ് വന്നത്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരിച്ചു വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. ഹബ്ബിൽ വന്ന് വണ്ടി ഒരെണ്ണം അവിടെ ഇട്ട് ഡാഡീനെ എന്താ പറയുക കൂട്ടി നേരെ വീട്ടിൽ വന്നു. എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. 10:45 ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. ജസ്റ്റ് വന്ന് കയറിയിട്ട് നല്ല ചൂട്ടോടെ ഒരേ കട്ടൻ കാപ്പി കുടിച്ചു, അത്ര തന്നെ. പിന്നെ പട്ടികളുടെ ഇറച്ചിയൊക്കെ വേവിച്ച്. ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷം. ഭയങ്കര സന്തോഷമുള്ള ഒരു അടിച്ചു പൊളി ദിവസമായിരുന്നു. കുട്ടികൾ എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ദിവസം ഇതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം.